ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഓൾ ടൈം ഹൈ അതുപോലെ മൾട്ടി ഇയർ ഹൈ ബ്രേക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത്തരം സ്റ്റോക്സുകൾ നമുക്ക് സ്വിംഗ് ട്രേഡിംഗിന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിന് ബൈ റെക്കമെൻഡേഷൻ എന്നല്ല, നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഈ ആഴ്ച ആ ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ കിറ്റെക്സ് ആണ്. അപ്പോൾ കിറ്റെക്സ് ഈ ഒരു മാസം നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു വോളിയത്തിൽ തന്നെയാണ് മൾട്ടി ഇയർ ഹൈ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 2015 ശേഷമുള്ള ഹൈ ആണ് ഇപ്പോൾ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ലെവലാണ്. ഈ ഒരു ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് 722.20 ആ ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്സൊക്കെ ബൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളിതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് ഈ ഒരു ക്യാൻഡിൽ, ഈ ബ്രേക്കൗട്ട് ക്യാൻഡിൽ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലൊക്കെ നമുക്ക് ബൈ ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ വരെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം കിറ്റെക്സ്. രണ്ടാമത്തെ സ്റ്റോക്സ് എന്നത് ഇൻഡോത്തായി ആണ്. അപ്പോൾ ഇൻഡോത്തായി ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഈ ബ്രേക്കൗട്ടോട് വന്നിട്ടുണ്ട്. ഇത് ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വോളിയം ഇതിൽ തന്നെയാണ് ഒരു ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ മാസം നല്ല വോളിയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും നമുക്ക് ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണേണ്ടത് നമ്മൾ ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ റീസെൻറ്റ് വന്നിരിക്കുന്ന സ്വിംഗ് ലോ മുതൽ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ വരെ മെഷർ ചെയ്യാം. അതിനുശേഷം ഒരു ബ്രേക്കൗട്ട് പോയിന്റ് തന്നെ നോക്കാം. ഈ ഒരു ലെവൽ വരെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. 1745 ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്ക് സ്റ്റാൾ ഓട്ടോയാണ്. അപ്പോൾ അതും ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. നല്ല വോളിയത്തിൽ തന്നെയാണ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ലെവലിന്, അതായത് നമ്മൾ ഈ ബ്രേക്കൗട്ട് ക്യാൻഡിൽ ലോയ്ക്ക് താഴെയായിട്ട് വേണം ബൈ എടുക്കാൻ. അപ്പോൾ ഈ ഒരു സ്റ്റോക്സൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ലെവലൊക്കെ വന്നിട്ട് തിരിച്ചു കയറാൻ ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ റീസെൻറ്റ് വന്നിരിക്കുന്ന സ്വിംഗ് ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് നോക്കാവുന്നതാണ്. ഈ ഒരു ലെവലൊക്കെ ടാർഗറ്റ് നോക്കാവുന്നതാണ്. 1273 ലെവലൊക്കെ ടാർഗറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് വാച്ച് ചെയ്തേക്കാം. അടുത്ത സ്റ്റോക്ക് സാവറ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതും ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ബൈ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലെ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ടാർഗറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു സിംഗ് ലോ മുതലുള്ള ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ തന്നെ നമുക്ക് മുകളിലേക്ക് ടാർഗറ്റായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു 264 ലെവലൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്സ് HB പോർട്ട്ഫോളിയോ ലിമിറ്റഡ് ആണ്. അതും ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ലെവലിന് തൊട്ട് താഴെയായിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാം. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ വന്ന് ടച്ച് ചെയ്ത് തിരിച്ച് കയറിപ്പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ റീസെൻറ്റ് വന്നിരിക്കുന്ന സ്വിംഗ് ലോ നോക്കാം. അപ്പോൾ റീസെൻറ്റ് വന്നിരിക്കുന്ന സ്വിംഗ് ഇതാണ്. ഈ ലെവൽ മുതൽ ഈ ലെവൽ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഓൾ ടൈം ഹൈ അതിൽ മൾട്ടി ഇയർ ബ്രേക്കൗട്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 116 സ്റ്റോക്സിൽ നിന്നാണ് നമ്മൾ ഇത്തരം സ്റ്റോക്സുകൾ ഫിൽറ്റർ ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 116 സ്റ്റോക്സുകളിൽ അധികം സ്റ്റോക്സുകൾ ടെക്നിക്കൽ വൈസ് ഓക്കെയാണ്, പക്ഷേ ഫണ്ടമെൻ്റലി വീക്ക് ആയതുകൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ സ്റ്റോക്സുകളൊക്കെ ഫണ്ടമെൻ്റലി ഓക്കെയാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ബൈ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.